ഹായ് ഫ്രണ്ട്സ്, എലൈറ്റേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, നിങ്ങൾക്കെല്ലാവർക്കും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന ബിസിനസ് അറിയാമായിരിക്കും. അതിൽ ഒരു ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞങ്ങളുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിനിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഇവിടെ HiRich.in നിന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് ഒരു വെബ്സൈറ്റ് കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ വെബ്സൈറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പിൻ കോഡ് അടിച്ചു കൊടുക്കാൻ വരും. അത് നിങ്ങൾ അടിച്ചു കൊടുക്കണം. ഇനി ഈ മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ആദ്യം ഫസ്റ്റ് പർച്ചേസ് എന്ന ഓപ്ഷൻ പറയാം. ഇത് കമ്പനിയിൽ 800 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സാധനങ്ങളാണത്. ഇതെല്ലാം നമ്മൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ 800 രൂപ കൊടുത്തിട്ട് നമുക്ക് ലഭിക്കുന്ന സാധനങ്ങളാണ്. ഇനി അടുത്തായിട്ട് റീപർച്ചേസ് ആണ്. ഇതിൽ റീപർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള കാറ്റഗറിയാണ്. ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മറ്റു എല്ലാ സാധനങ്ങളും ഇതിൽ ലിസ്റ്റിൽ കാണാം. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം സെർച്ച് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷനും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റൈസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരിപ്പൊടിയും എല്ലാ സാധനങ്ങളും വരുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ മലബാറിൻ്റെ അരിപ്പൊടി സാധാരണ കടയിൽ 40 രൂപയ്ക്കാണ്. പക്ഷേ നമുക്ക് ഹൈറിച്ചിൽ വാങ്ങുമ്പോൾ 37 രൂപക്കാണ്. എല്ലാ സാധനങ്ങളും ഇതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ടായിട്ടാണ് ഇവർ കൊടുക്കുന്നത്. ഇനി ബ്രോക്കൺ മട്ട റൈസ് പറയുകയാണെങ്കിൽ 35 രൂപയാണ് കടയിൽ. നമുക്ക് കിട്ടുന്നത് 27 രൂപക്കാണ് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ. അപ്പോൾ ഇതാണ് ഇതിനുള്ള ഒരു ബെനിഫിറ്റ്. നമുക്ക് ഡിസ്കൗണ്ടിൽ നമ്മുടെ വീട്ടിലേക്ക് സാധനം എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എത്ര ഓഫറിലാണ് ഇത് കൊടുക്കുന്നതെന്ന് പോലും കാണിച്ചിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻസെല്ലാം പിന്നീട് പറയാം. ആദ്യം നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ എങ്ങനെ ഈ വെബ്സൈറ്റിൽ ഒരു ID ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അതിനായി ആദ്യം ഇവിടെ ലോഗിൻ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ID അടിച്ചു കൊടുക്കുക. ഈ യൂസർ ID എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡേഴ്സ് ID അടിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് SMS വന്നിട്ടുണ്ടാവും. ആ യൂസർ ID പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ കമ്പനിയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇവിടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ക്യാപ്ഷയും അടിച്ചു കൊടുക്കണം. മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഓപ്ഷൻസ് നിങ്ങൾ ഫിൽ ചെയ്യുക. ഇനി നിങ്ങൾ ഈ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് ഇവിടെ ലോഗിൻ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ആവുന്നതായിരിക്കും. ഇവിടെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നിങ്ങളുടെ ID-യും പേരും അതുപോലെ തന്നെ എല്ലാ ആക്ടിവേഷൻ്റെ ഡേറ്റും എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ID-യിൽ ഇപ്പോൾ എത്ര ഇൻകം വന്നിട്ടുണ്ട് എല്ലാം വരുന്നതായിരിക്കും, ലെഫ്റ്റിലും റൈറ്റിലുള്ള ആളുകളെയൊക്കെ. ഇനി അടുത്തായിട്ട് നമുക്ക് എങ്ങനെ ഇതിൽ ID ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായി ആദ്യം ഇവിടെ ഒരു മെനു ബട്ടൺ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പല ഓപ്ഷൻസും ഉണ്ട്. ഹോം, ഡാഷ്ബോർഡ്, മൈ ഓൺ അക്കൗണ്ട്സ്, പ്രൊഫൈൽ. ഇവിടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഓർഡേഴ്സും അതുപോലെ തന്നെ അടിയിലായിട്ട് ലോഗൗട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ
ഈ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട് അടിയിലായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കമ്പനിയോട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഇനി നിങ്ങളുടെ ഇൻകം വിഡ്രോവലിന് ഇവിടെ പേ ഔട്ട് ഡീറ്റെയിൽസ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇതിന് മിനിമം വിഡ്രോ വരുന്നത് 500 രൂപയാണ്. ഇനി നമുക്ക് എങ്ങനെ ഇതിൽ ID ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഇവിടെ മെമ്പേഴ്സ് ആൻഡ് ട്രീ എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അടിയിലായിട്ട് കാണുന്ന ബൈനറി ജിനോളജി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ നിങ്ങൾക്ക് ആരുടെ അടിയിലാണോ ആളെ ചേർത്തേണ്ടത്, ID ക്രിയേറ്റ് ചെയ്യേണ്ടത്, അത് ഈ സെർച്ച് ബാറിൽ അയാളുടെ ID അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ID ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രീ വരുന്നതായിരിക്കും. നമുക്ക് ID അടിച്ചു കൊടുക്കാം. ID അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ സെർച്ച് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രീ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ വെക്കൻ്റ് എന്ന സ്ഥലം കാണുന്നതായിരിക്കും. അത് ഒഴിഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണ്. അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ എല്ലാ ഓപ്ഷൻസും കൊടുക്കാനുള്ള ഫോം വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്പോൺസർ ആരാണോ സ്പോൺസർ അവരുടെ യൂസർ ID അടിച്ചു കൊടുക്കുക. ശേഷം ഇവിടെ നെയിം അടിച്ചു കൊടുക്കുക. നെയിം അടിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് പിന്നീട് നമുക്ക് മാറ്റാനാവില്ല. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത നെയിം തന്നെ നമ്മൾ സൂക്ഷിച്ച് കൊടുക്കണം. പിന്നീട് അടിയിലായിട്ട് കാണുന്ന ഇമെയിൽ ID എന്ന സ്ഥലത്ത് ഇമെയിൽ അടിച്ചു കൊടുക്കുക. ഇമെയിൽ ID ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പോൺസറിൻ്റെ ഇമെയിൽ ID അടിച്ചു കൊടുക്കാം. അത് പിന്നീട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അഡ്രസ്സ് കൊടുത്തിട്ട് പിൻകോഡും കൊടുത്തിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ അതും സൂക്ഷിച്ച് കൊടുക്കണം. അതിലേക്കായിരിക്കും നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ഒക്കെ ഉള്ള സമയത്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ അതിലേക്കായിരിക്കും SMS വരിക. ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്കിവിടെ അടിയിലായിട്ട് കാണുന്ന സബ്മിറ്റ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ സബ്മിറ്റ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ അടിയിൽ കുറേ ആളുകൾ ഉള്ള ഒരു ലീഡറാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴാണ് നിങ്ങൾക്ക് സെർച്ചിങ്ങിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നിങ്ങൾ അടിയിൽ ആളില്ലാന്നുണ്ടെങ്കിൽ നേരെ ബൈനറി ജിനോളജിയിൽ പോയിട്ട് നിങ്ങളുടെ ട്രീ വരും. അതിൽ വേക്കൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് ഫില്ല് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് നമ്മൾ അടിച്ചു കൊടുത്ത ഡീറ്റെയിൽസാണ്. അത് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ ആ ID ചെയ്യുന്ന ആളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. കുറച്ച് അടിയിലേക്ക് പോയാൽ നിങ്ങൾക്കിവിടെ 3 ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഇതിൽ മൂന്നാമതായിട്ട് കാണുന്ന ഫ്രീ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതിനായി അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതിൽ വല്ല തെറ്റും ഉണ്ടെങ്കിൽ നിങ്ങളത് ബാക്കിലോട്ട് പോയിട്ട് ചേഞ്ച് ചെയ്യണം, ശരിയാക്കണം. ഇനി അവസാനമായിട്ട് നിങ്ങളിവിടെ ഫ്രീ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ രജിസ്റ്റർ സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി അവരുടെ ഐഡിയും യൂസർ ഐഡിയും പാസ്വേഡും വരും. അത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളിവിടെ അടിച്ചു കൊടുത്ത ID ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ നോക്കുമ്പോൾ ഇവിടെ വേക്കൻ്റ് ആയിരുന്നു. ഇത്രയുള്ള ഇതാണ് നമുക്ക് ഒരാളുടെ ID ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു എലൈച്ചേഴ്സ് എന്നൊരു ID ഉണ്ട്.
അത് കിട്ടാനായിട്ട് നിങ്ങൾ സെർച്ച് ബാറിൽ എലൈറ്റ് ചോയ്സ് എന്ന് സെർച്ച് ചെയ്താൽ ഇവിടെ എലൈറ്റ് ചോയ്സ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ID വരും. സോ എല്ലാവരും അതിലൊന്ന് കയറി ഫോളോ ചെയ്യാം. ഇതാണ് ഈ എലൈറ്റ് ചോയ്സ് ഒഫീഷ്യൽ എന്ന നമ്മുടെ അക്കൗണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോസൊക്കെ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.